ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഉച്ചക്കത്തെ പാചകം തുടങ്ങുന്നതിൻ്റെ മുന്നേ ഗോതമ്പും അരിയും കഴുകി ഉണക്കിയിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കണം. ഇന്ന് രാവിലെ ബൈജോടൻ ചിക്കനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമുക്ക് അത് ക്ലീൻ ചെയ്തിട്ട് കറി വെക്കുന്ന പരിപാടി നോക്കാം. ഇന്ന് എണ്ണയിലിട്ടിട്ട് വഴറ്റുന്ന പരിപാടിയൊന്നുമില്ല. നേരിട്ട് ചട്ടിയിലെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നിച്ച് ചേർത്തിട്ട് ഒരു കറി അങ്ങോട്ട് വറുത്തരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ചിക്കൻ്റെ കൂടെ ഒരു പരിപ്പ് കറിയും കൂടി നോക്കണം ഇന്ന്. അപ്പോൾ തക്കാളിയെല്ലാം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചട്ടിയിൽ അടുപ്പിൽ വെച്ച് വേവിക്കാം. ഇപ്പോൾ പരിപ്പ് നമ്മൾ ഉള്ളിയും പച്ചമുളകും ജീരകവും വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് വെറും പരിപ്പ്, പച്ചക്കറികളൊന്നും ഇടാണ്ടുള്ള പരിപ്പ് കറിയില്ലേ, അതാണ് ചെയ്യുന്നത്. ഞാൻ തക്കാളി ഒന്നിച്ചിട്ടാണ് എടുത്ത് കട്ട് ചെയ്തത്. 3 തക്കാളി എടുത്തതിൽ 1 തക്കാളിയോളം നമുക്ക് പരിപ്പിൽ ചേർത്ത് കൊടുക്കാം. അത്രയും മതി. ബാക്കിയുള്ളത് ചിക്കൻ കറിയിലേക്കുള്ളതാണ്. ഉപ്പും ചേർത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുന്നവരെ വേവിക്കാൻ വെക്കാം. അതെന്ത് തന്നെ കറിയാണെങ്കിലും നമ്മൾ ചട്ടിയിൽ വെച്ചാൽ അതൊരു തനി ടേസ്റ്റ് തന്നെയല്ലേ. അപ്പോൾ ഞാനിന്ന് ചിക്കൻ ചട്ടിയിലാണ് വെക്കാൻ പോകുന്നത്. ചിക്കനും ഉള്ളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ടുണ്ട്. തക്കാളി ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മസാലപ്പൊടികൾ എല്ലാം ചേർത്തിട്ട് കൈകൊണ്ട് നല്ലോണം തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടത്. മുളക് പൊടി മല്ലിപ്പൊടിയെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ്. പിന്നെ ആരെങ്കിലും ഇടയിൽ നാട്ടിൽ നിന്ന് വരുന്ന ആളുണ്ടെങ്കിൽ അവരോട് കൊണ്ടുവരാൻ വേണ്ടി പറയും. ഇവിടെ ചെന്നൈയിലുള്ളവർ വേറെ തന്നെ ഒരു രീതിയിലാണ് മുളക് പൊടി പൊടിക്കുന്നത്. മുളകും മല്ലിയും കടലപ്പരിപ്പും എല്ലാം കൂടി ഒന്നിച്ചിട്ട് കറിവേപ്പിലയും ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ കൂടെ ചേർത്തിട്ടാണ് പൊടിക്കുക. ഞാനും പൊടിക്കലുണ്ട്. ഇനി അതൊരു ദിവസം വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം. ആ ഒരു പൊടി മാത്രം മതി. നമുക്ക് കറിക്ക് ആവശ്യത്തിന് തിക്നെസ്സും എല്ലാം കിട്ടും. കുറച്ച് പച്ചരി എല്ലാം കൂടെ ചേർക്കുമ്പോൾ ഈ കടലപ്പരിപ്പെല്ലാം ചേർക്കുമ്പോൾ കടലമാവിൻ്റെ ഈ ഒരു കൊഴുപ്പും എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് തേങ്ങയൊന്നും അരക്കേണ്ട ആവശ്യമില്ല കറികൾക്ക്. അപ്പോൾ ഞാൻ ചിക്കനിൽ വെള്ളമൊന്നും ഒഴിക്കാണ്ട് അടച്ച് വെച്ച് വേവിച്ചതാണ്. ചിക്കൻ്റെ അകത്ത് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മിക്സി ജാറ് കഴുകിയ വെള്ളമാണ്. വെള്ളം എന്തായി കളറൊന്നും ആലോചിക്കണ്ട. അത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരച്ച മിക്സി ജാറ് ഒന്ന് കഴുകിയിട്ട് എടുത്ത് വെച്ച വെള്ളമാണ്. അതെന്തിനാ വെറുതെ വേസ്റ്റ് ആക്കുന്നത്? അത് എന്തായാലും ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച്. ഇനി നമുക്ക് ചിക്കൻ നല്ലോണം ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. ഈ സമയം കൊണ്ട് ഞാൻ തേങ്ങ ചിരവുന്നുണ്ട്, വറുത്തരക്കാനാണ്. അപ്പോൾ തേങ്ങയും വെളുത്തുള്ളിയെല്ലാം ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ കുരുമുളകും കറിവേപ്പിലൊന്നും ഞാൻ തേങ്ങേൻ്റെ കൂടെ ചേർക്കുന്നില്ല. കുരുമുളക് പൊടി ഞാൻ ആദ്യമേ പൊടിച്ച് വെച്ചതുണ്ട്. അപ്പോൾ ആ പൊടിയാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അതുകൊണ്ട് അത് നേരിട്ട് കറിയിൽ ചേർക്കാം, തേങ്ങയിൽ ചേർക്കണ്ടല്ലോ. അപ്പോൾ വറുത്തരച്ചിട്ട് ചേർക്കുന്നത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചതും കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതൊന്നും കൂടി ലൂസാക്കണം. അതിൻ്റെ മുന്നേ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നതിന് ശേഷം നമുക്ക് ഇത് ഇളം ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ലൂസാക്കിയെടുക്കാം. കുറച്ച് നമുക്ക് ചാറ് വേണ്ടേ. അങ്ങനെ ഗരം മസാല എല്ലാം ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ഇളം ചൂട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് മുകളിൽ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി വിതറിയിട്ട് അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക. അത്രയാണ് ഞാൻ ചെയ്യുന്നുള്ളൂ. ഇതിൽ മെയിൻ എന്നോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ചിക്കന് ഫസ്റ്റ് എല്ലാം ചിക്കനും ഉള്ളിയും കൂടി എല്ലാം തിരുമ്മി യോജിപ്പിക്കുന്ന സമയത്ത് തന്നെ ഞാനിതിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് വേവിക്കാൻ വെച്ചത്. അതാണ് ഞാൻ പ്രത്യേകിച്ച് താളിച്ച് ചേർക്കാത്തത്. അപ്പം നമ്മുടെ ഉച്ചഭക്ഷണം റെഡി ആയിട്ടുണ്ട്. ചോറും ചിക്കൻ കറിയും പഴുത്ത മാങ്ങ പെപ്പറിട്ടത്, പിന്നെ കുക്കുംബറുണ്ട്, പരിപ്പ് വേവിച്ചതുമുണ്ട്. അപ്പോൾ ഫുഡിന് ഇന്ന് നമ്മുടെ കൂടെ പെങ്ങളും മക്കളും കൂടി ഉണ്ട്. ഉച്ചയ്ക്ക് ഹെവി ഫുഡ് ആയതുകൊണ്ട് തന്നെ രാത്രി നമുക്ക് സിമ്പിളായിട്ട് കിഴങ്ങ് പൊയ്ക്കാന്നേ. അപ്പോൾ കിഴങ്ങ് പൊയ്ക്കും ഉച്ചക്കത്തെ ചിക്കൻ കറിയാന്നേ രാത്രിക്ക്. അപ്പോൾ കിഴങ്ങ് നമുക്ക് കഷ്ണങ്ങളാക്കിയ ശേഷം നല്ലോണം 2-3 പ്രാവശ്യം കഴുകിയിട്ട് കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചിട്ട് ആ വെള്ളം അങ്ങ് ഊറ്റിക്കളയണം. ഇവിടെ ബൈജേട്ടനും മക്കൾക്കെല്ലാം കഷ്ണത്തിനേക്കാളും ഇഷ്ടം നല്ല വെന്ത് ചേർന്ന കിഴങ്ങാണേ. അതുകൊണ്ട് തന്നെ നല്ലോണം ഞാൻ ഉടച്ചു കൊടുക്കുന്നുണ്ട് കിഴങ്ങ്. എല്ലാം നല്ലോണം ചേർത്തതിന് ശേഷം നമുക്ക് തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് ജീരകവും ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കിഴങ്ങിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ പരിപാടി. നമ്മളെ കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടുകും കായ്മുളകും കറിവേപ്പിലയും കൂടി എണ്ണയിൽ മൂപ്പിച്ചിട്ട് കിഴങ്ങിൻ്റെ അകത്ത് ചേർത്ത് കിഴങ്ങ് ചിക്കൻ കറിയും നല്ല ചൂടോടുകൂടി കട്ടൻ ചായയാണേ. ഇതാണ് നമ്മളെ രാത്രിയത്തെ ഫുഡിന്ന്. അതിൻ്റെ ഇടയിൽ ഒരു കത്തിയെല്ലാം കാണുന്നുണ്ടാവും. വേറെ ഒന്നിനല്ലേ, ബൈജോണിന് എപ്പോൾ കിഴങ്ങായാലും ചപ്പാത്തി ആയാലും എന്ത് തന്നെയായാലും അതിൻ്റെ കൂടെ ഉള്ളി മുറിച്ചിട്ടത് വേണം. അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കത്തി കൊണ്ടുവച്ചതാണ്. കാണാൻ തന്നെ നല്ല രസമില്ലേ. അപ്പോൾ ഈ കിഴങ്ങിൻ്റെ കൂടെ ഈ ചിക്കൻ കറീനേക്കാളും സൂപ്പറായിട്ടുണ്ടാവുക മീൻ മുളകിട്ടതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്.
ഞാൻ കഴിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചിക്കൻ കറി ആയാലും മീൻ കറി ആയാലും ഈ ചട്ടിയിലിട്ടിട്ട് ഒന്ന് പെരക്കി തിന്നുക വെച്ചാൽ അത് നല്ലൊരു ടേസ്റ്റ് തന്നെയല്ലേ. ഇങ്ങനെ ആരെങ്കിലും ചെയ്യലുണ്ടോ ഇപ്പോൾ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. അപ്പോൾ ഞാൻ ചട്ടിയിലാണ് കിഴങ്ങ് എടുത്തത്. ചിക്കൻ കറിയും കൂട്ടിയിട്ട് എനിക്ക് കഴിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും കൂടെ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നമുക്ക് ആവശ്യമായിട്ടാ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.